എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ മദീനത്തെ പള്ളി അപ്പന്റെ പള്ളി നമുക്ക് ഈ ജാതി തൊള്ള തോന്നി വിളിച്ചു പറഞ്ഞു. ചെറിയ മൊയിലാക്കുട്ടിയോ മുത്താലിമാണോ വിളിച്ചു പറയണത്? തന്തായില്ലേ ഉറക്കം വിളിച്ചു പറയല്ലേ? അല്ലാഹു ആണായി പിറന്നവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ഈ സുലൈമാൻ ഫൈസി തെളിയിച്ചേ പറ്റൂ. തൃശൂർ സമ്മേളനത്തിൽ ഇവരുടെ നേതാവ് സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന പരമവിട്ടി മജ്മുഅുൽ ഫുസാക്കിലെ ഒന്നാമത്തെ ആൾ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. സുലൈമാന്റെ ശൈലിയിൽ ഇന്നിപ്പോ എന്നോടൊരു ചെറുപ്പക്കാരൻ പറയാണ്, എന്റെ വീട്ടിലുള്ള പശു, ആ പശു വല്ലാതെ കരഞ്ഞെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ അണ ചേരണം. അങ്ങനെ ചേരേണ്ട സമയം വന്നാൽ സാധാരണ ഇപ്പൊ മൃഗാസ്പത്രി കൊണ്ടുവരാണ്, അത് സുലൈമാന്റെ അടുത്ത് കൊണ്ടുപോയാൽ മതിയാവുമെന്ന്. എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? AP സമസ്തയുടെ കുഞ്ഞാടുകൾ മാറിയില്ലേ? വെറ്റില മൗലവി വരട്ടെ. അയാള് വാളക്കുളം എന്നോടാ പറഞ്ഞ എന്റെ ഒക്കെ അന്തം കമ്മിത്തരേ, ഇതൊക്കെ കേട്ടിട്ട് ഈയൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. എന്റെ അതിൽക്കൊരാളെ കുറവും കൂടി ഉണ്ട് കേട്ടോ. ആ നയൽവാദിയുടെ മോണ്ടല്ല അഹമ്മദ്, ഓനും കൂടി ഒന്ന് കൂട്ടായിരുന്നു. അപ്പൊ പൂർത്തിയായി. കലാശ് സബാഷ്. ചലക്കാതെ പറയുന്ന വ്യക്തി ആളത്തമുള്ളവനാണെങ്കിൽ, അഭിമാനമുള്ളവനാണെങ്കിൽ, ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ 1000 കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തെളിയിക്കാൻ ആണായി പറഞ്ഞവരുണ്ടോ? ഞാൻ പറഞ്ഞാ പോരാ. അന്നരി ഉസ്താദ് അവിടെ പങ്കെടുത്ത അഹ്സനി ഉസ്താദ് കയ്യിലൊരു വടിയും പിടിച്ചിട്ട് നട വടിപിടിയൻ മുന്നിലും അനുയായികൾ പുറകിലും പോവാണ്. എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? അയാൾക്കെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടിത്തങ്ങൾ, മുട്ടിപ്പടിത്തങ്ങൾ, അത് ഷോർട്ട് ഫോം ആട്ടോ, കുറ്റം പറയലല്ലോ മുട്ടിത്തങ്ങൾ എന്നുള്ളത്. അപ്പോ ആ മുട്ടിത്തങ്ങളോട് നമ്മൾ ചോദിച്ചു, മൊത്തം വായിൽ മലം നിറച്ചിട്ടല്ലേ തുപ്പണ് അല്ലേ? ഇനി എവിടെ നജസാകാൻ ബാക്കി? ആകെ നജസിൽ മുങ്ങി കുടിക്കല്ലേ? നല്ല അന്തംഗമ്മികളെ അങ്ങനെ പറഞ്ഞ അന്തംഗമ്മികൾക്ക് മാനേഷ്ടത്തിനെതിരെ കേസ് കൊടുക്കരുത് കേട്ടോ. സദയം ക്ഷമിക്കുക. എന്നിട്ട് മക്കത്ത് പോയിട്ട് പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവിടെ ചെന്നിട്ട് ചെയ്യണ പണി എന്താ? ഇരുന്നിട്ട് 2 മൊയന്തേൾ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ടും കൊണ്ട് അഭിമുഖം നടത്തുക. ചക്കിക്കൊത്ത ചങ്കരന, വക്ക് പൊട്ടിയ ചട്ടിക്ക് കണ മുറിഞ്ഞ കയ്യില് പറഞ്ഞു ചിരിക്കുന്ന ഇളിക്കുന്ന പോരാളിന് പേരിട്ടിട്ട് എരപ്പാളി തരം കാണിക്കുന്ന ആളുകൾ കേട്ടുകൊള്ളണം. ദജ്ജാലു ഹാദിഹിൽ ഉമ്മ, ഇയാൾക്കൊക്കെ പറ്റിയ പേര് ദജ്ജാലുൽ ഉലമാന. അപ്പൊ കണ്ടോ, കുറ്റം പറയാണ്. എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? എന്താണ് ഈ സൈബർ പോരാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന എരപ്പാളികളെ നിങ്ങൾക്ക് അതിനോടുള്ള നിലപാട് അതൊന്ന് വ്യക്തമാക്കണം. വളവള പറയുന്ന വളിഞ്ഞ ന്യായവുമായി വരുന്ന ഇളിയൻ, അയാള് ആണായി പിറന്നവനാണെങ്കിൽ, ഹലാലിൽ പിറന്നവനാണെങ്കിൽ, കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ, തന്റെ ഇടമുള്ളവനാണെങ്കിൽ ആ തെളിവാചറാക്കൂ. ഇത് ഉളുപ്പില്ലാതെ വായിൽ വന്നൊക്കെ വിളിച്ചു എത്ര പോരൂല ചങ്ങായി കാക്കങ്ങള്. ആ ചുമരമന്ത്രി വരച്ചൊക്കെ എത്ര നീളുണ്ട്, ഉളുപ്പില്ലാത്ത ചങ്ങാതി. എന്നിട്ട് അയാൾക്ക് എല്ലാ ഊടും പാവും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരാള് ഈ നാം വെച്ചിട്ട് മുട്ടിപ്പടി കൂട്ടുകാരി ഇയാൾക്ക് മുട്ടിപ്പടി കൂട്ടായിട്ടുള്ള വേറെ ഒരു മുട്ടിത്തങ്ങളും കാര്യം നടപ്പിലാക്കാൻ വേണ്ടി നിങ്ങളെ ഇരട്ടത്താപ്പ പറഞ്ഞ് മറ്റേ മൊയന്തിന് ഇത് നമ്മൾ വായിച്ചപ്പോ അതെങ്കിലും ആ വാളക്കുളത്തിന് കേട്ടൂടെ. എന്നിട്ട് 2 ദിവസം മുമ്പ് ബടായി പൊട്ടിക്കുക ഉളുപ്പുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഞാൻ പറയാൻ നിൽക്കുക. ഉളുപ്പില്ലാത്ത വർഗം, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും നാണിപ്പിക്കുന്ന തൊലിക്കട്ടി, അതിനായിട്ട് വിധിക്കപ്പെട്ട പാൽ ജന്മങ്ങൾ. ആ സുലൈമാൻ മൗലവിക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കാനായിട്ട് ഇറങ്ങിയ മുടിയനായ പുത്രൻ അതാ വരുന്നു, അബ്ദുൽ മജീദ് മൗലവി.
എവിടുന്ന് കിട്ടി നിങ്ങളുടെ ഈ സംസ്കാരം? വായയിൽ നിന്ന് വരുന്ന തെറികളുടെ കണക്കെന്താണ്? ഏത് സംസ്കാരം? ആരാ നിങ്ങളെ പഠിപ്പിച്ചത്? എവിടെ നിന്ന് കിട്ടിയതാ ഇതൊക്കെ? ഇതാണോ സുന്നത്ത് ജമാഅത്ത്? പൂപമണ്ടൂപങ്ങളെ എന്ന് പറഞ്ഞതിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ. പിന്നെ അതിന് ആസനന്തലോടിയായി കടന്നു വന്നു സാക്ഷാൽ കുളത്തിലിറങ്ങിയ മൗലവി വാളക്കുളത്തുകാരൻ. ഉള്ളിൽ വിശ്വാസമില്ലാതെ നടക്കുകയും ചെയ്യുന്ന മുനാഫിക്കുകൾ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മുസ്ലിം ജമാഅത്തുകാർ. ഞങ്ങളെ നേതാക്കന്മാര് കള്ളന്മാരാണ്. കീശേരിക്കാരൻ ഷിയ ഫൈസി, മുട്ടിപ്പടി മഅദില്ല മുദരിസ്. ഞങ്ങൾ മൈക്കുകൾ മാത്രമാണ്. ഞങ്ങൾ ഏൽപ്പിച്ചത് പറയുകയാണ്. ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇരിക്കുന്ന ഹദറത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് നിർദ്ദേശത്തിനനുസരിച്ച് പറയുന്നവരാണ്. തോന്നിയത് പറയുന്നതല്ല. നിങ്ങളെപ്പോലെ 4 ആളുകൾ 10 ആളുകൾ മീറ്റിംഗ് കൂടി ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞ ആളെ അഭിപ്രായം മാനിച്ച് നിർദ്ദേശമില്ലാതെ ദീന് പറയാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് നിർദ്ദേശം ചെയ്യുന്നതും കുട്ടികളല്ലേ?